നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ് ഹേമന്ത് സോറൻ. ഹേമന്ത് സോറന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഷിബു സോറൻ, മധു കോഡ എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അറസ്റ്റിലായിരുന്നു. ഈ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഹേമന്ത് സോറന്റെ പേര് കൂടി എത്തിയിരിക്കുന്നത്. 1994 പ്രൈവറ്റ് സെക്രട്ടറി ശശിനാഥ് താണ്ഡെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് ഹേമന്ത് സോറന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഷിബു സോറനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ഡൽഹി കോടതി 2006 ഡിസംബർ 5 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ മന്ത്രിസഭയിൽ കൽക്കരി മന്ത്രിയായിരുന്നു ഷിബു സോറൻ. 2007 ഓഗസ്റ്റിൽ കേസിൽ തെളിവുകൾ കണ്ടെത്തുന്നതിൽ CBI പരാജയപ്പെട്ടതോടെ ഡൽഹി ഹൈക്കോടതി ഷിബു സോറനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ ഷിബു സോറനെ കുറ്റവിമുക്തനാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി 2018 ഏപ്രിൽ സുപ്രീം കോടതി ശരിവെച്ചു. 1994 മെയ്യിലാണ് ശശിനാഥ് താണ്ഡെയെ കാണാതാവുകയും പിന്നീട് റാഞ്ചിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ മധു കോഡ തന്റെ ഭരണകാലത്ത് അഴിമതി കേസിലാണ് അറസ്റ്റിലാവുന്നത്. UPA മുന്നണി ധാരണ പ്രകാരം 2006 മുതൽ 2008 വരെയുള്ള കാലത്താണ് മധു കോഡ മുഖ്യമന്ത്രിയാവുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുമാണ് കേസ്. ഖനന അഴിമതി ഉൾപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ കൽക്കരി ഖനന ബ്ലോക്കുകൾ അനുവദിച്ചതിന് കൈക്കൂലി വാങ്ങിയതായി CBIയും EDയും ആരോപിച്ചിരുന്നു. ഈ അഴിമതിയിലൂടെ മധു കോഡയും കൂട്ടാളികളും 4000 കോടിയിലധികം സമ്പാദിച്ചതായി ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മധു കോഡയുടെ 144 കോടി ED കണ്ടുകെട്ടിയിരുന്നു. 2009 അറസ്റ്റിലായതിനു പിന്നാലെ മധു 2013 ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഈ കേസിൽ 2017 3 വർഷത്തെ തടവിനും 25 ലക്ഷം രൂപ പിഴയീടാക്കാനും കോടതി ശിക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.